തവാഫാണെങ്കിലും അല്ലെങ്കിലും മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ കല്ല് വന്നുകൊണ്ട് ചുംബിക്കുമാണ്. പക്ഷേ നമ്മുടെ കാര്യം മനസ്സിലാക്കേണ്ട, സുന്നത്താണ് ചുംബിക്കുക എന്നുള്ളത്. അതിലൂടെ മറ്റുള്ള ആളുകൾക്ക് ഉപദ്രവമുണ്ടെങ്കിൽ അത് ഹറാം. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. അതുകൊണ്ടാണ് പല ആളുകളും അത് ചുംബിക്കാതെ പോരുന്നത്. ഞാൻ ഇന്ന് ചുംബിക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ ആ പോകുന്ന പോക്കിൽ കുറെ ആളുകൾ തട്ടി മാറ്റി മുട്ടുകൈ കൊണ്ടും മറ്റൊക്കെ തട്ടി മാറ്റേണ്ടി വന്ന് പോകുമ്പോൾ അവർക്കത് പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള പ്രയാസവും ബുദ്ധിമുട്ടുമാക്കി പോകേണ്ട ആവശ്യമില്ല. കാരണം എന്തുകൊണ്ടെന്നറിയോ? ഈദാ ഉൽ മുസ്ലിമീന ദംബുൻ, മുസ്ലിമീങ്ങളെ ബുദ്ധിമുട്ടിക്കുള്ളത് തെറ്റാവുന്നു. അങ്ങനെ തിരക്ക് നടക്കുന്നില്ല, ഉണ്ടാവാം. പക്ഷെ ഓരോരോ ആളുകളും അത് ചിന്തിക്കുകയാണെങ്കിൽ ഈ ഇവിടെ വെച്ച് ഹജറുൽ അസ്വദ് ചുംബിക്കൽ സുന്നത്താണ് എന്നല്ലത് ആ സുന്നത്തെടുക്കാൻ വേണ്ടി തെറ്റ് ചെയ്ത് ഹറാമ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. തെറ്റ് ചെയ്തുകൊണ്ട് ആർക്കും ഇബാദത്ത് കിട്ടൂല. തന്നെയുമല്ല, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ ഉമർ ഇന്നക റജുലുൻ ഖവി, നീ ശക്തനായ മനുഷ്യനാണോ ഉമറേ? അന്നുകൊണ്ട് ഈ തിരക്കും കാര്യങ്ങളൊക്കെ ഹജറുൽ അസ്വദിന്റെ അടുത്ത്. അതുകൊണ്ട് ലാ തുസാഹിമൽ ഹജർ, നീ ഹജറുൽ അസ്വദിന്റെ പുറത്ത് പോയി തിരക്ക് കൂട്ടരുത്. നീ ആളുകളെ, ബലഹീനന്മാരായ ആളുകൾ അവിടെ ഉണ്ടാകും. നീ ആരോഗ്യത്തിന്റെ കാത്രനാണ്, ആരോഗ്യവാനാണ്, നിനക്ക് എവിടെയും പോവാം. നമ്മൾ പാവപ്പെട്ട ബംഗ്ലാദേശികളും ഇന്തോനേഷ്യക്കാരും കേരളക്കാരും ഒക്കെ പാവപ്പെട്ട ഇടയിലൂടെ മറ്റുള്ള നീഗ്രോസ് ഒക്കെ പോകുമ്പോൾ നമ്മളെ തട്ടിമാറ്റി പോണത് കണ്ടില്ലേ? അവരൊക്കെ ആരോഗ്യവാന്മാരാണ്. അവർ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പോവാൻ പ്രത്യേകമായ പരിശീലനം കിട്ടിയവരെ പോലെ പോണവർ പോകുന്നത്. ഒക്കെ മാറിപ്പോകണം, തെരുവ് വീണ് പോകും. ഇങ്ങനെ പോയി ലക്ഷ്യസ്ഥാനം കണ്ടവർ തിരിച്ചു പോകും. അത് പഴയ കാലത്ത് ജംറ ചെയ്യുന്നിടത്തും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അത് ഹജറുൽ അസ്വദിന്റെ അടുത്ത് കാണാവുന്നതാണ്. പോലീസും പട്ടാളം ഒക്കെ അവിടെ ഉണ്ടെങ്കിലും ഈ ഒരു രീതിയിലാണ്. മഹാന ഉമർ ഫാറൂഖിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമറേ, നിങ്ങൾ പോയിട്ട് അവിടെ ബലഹീനന്മാരായ ആളുകളുണ്ടാവും, ഹജറുൽ അസ്വദിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ പ്രയാസപ്പെടുത്തരുത്. നിങ്ങൾക്ക് സൗകര്യം കിട്ടുമ്പോ, ആളൊന്നും ഇല്ലാതെ തിരക്കില്ലാത്ത സമയം കിട്ടുമ്പോ നിങ്ങൾ പോയി ഇങ്ങോട്ട് ചുംബിച്ചോളൂ. അല്ലെങ്കിലോ, ചുംബിക്കാനുള്ള അവസരം കിട്ടിയില്ലെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ വെച്ചുകൊണ്ട് കൈ കൊണ്ട് കാണിക്കുകയും അത് ചുംബിക്കുകയും എന്നിട്ട് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുകയും ചെയ്താൽ മതി. അവിടെ തിരക്ക് കൂട്ടി പോകേണ്ട ആവശ്യമില്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹു പറഞ്ഞതായി നമുക്ക് കാണാവുന്നതാണ്. ഇനി ഹജറുൽ അസ്വദുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയ ചരിത്രങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. കല്ലുകൾ കുറയുണ്ട്. ആ കല്ലുകളെ കൂട്ടത്തിൽപ്പെട്ടതാണ് മൂന്ന് കല്ല് ഇവിടെ തന്നെ പറഞ്ഞു. വെള്ളം പൊട്ടിയുന്ന കല്ലുകളുണ്ട്. അതും കല്ലിന്റെ കൂട്ടത്തിലൊരു കല്ലാണ്. പർവ്വത ശിഖരങ്ങളിൽ നിന്ന് അള്ളാനെ പേടിച്ചുകൊണ്ട് ഉടർന്ന് താഴ്വീഴുന്ന കല്ലുകളുണ്ട്. ഇങ്ങനെയുള്ള പല കല്ലുകളുമുണ്ട്. ഒരു കല്ലിനെ കുറിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു. ആ കല്ല് എന്നെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും എന്ന് പറയാറുള്ള ഒരു കല്ലുണ്ട്. ആ കല്ലിന് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞൊരു കല്ലുണ്ട്. വൈന്ന മിൻ ഹിജാറ വടികൊണ്ട് കല്ലടിക്കണമെന്ന് പറഞ്ഞു. 12 വരുന്ന നദികളാണ്, അരുവികളാണ് ഒഴുകിപ്പോടെ തുടങ്ങിയത് എന്ന് പതൊക്കെ കല്ലുകളാണ്. പക്ഷേ കല്ലുകളുടെ കൂട്ടത്തിൽ അള്ളാനെ പേടിക്കുന്ന കല്ലുകളുണ്ട്, ഉരുകിയൊഴുകുന്ന കല്ലുകളുണ്ട്, പേടിച്ചുകൊണ്ട് പൊട്ടിയൊഴുകുന്ന കല്ലുകളുണ്ട്. ആ കല്ലുകളുടെ കൂട്ടത്തിൽ വലിയ പ്രാധാന്യം അറിയിക്കുന്നൊരു കല്ലാണ് ഈ കല്ല് എന്ന് പറയുന്നത്. ഈ കല്ലിന് ഇഷ്ടം പോലെ ചരിത്രങ്ങളുണ്ട്. ചരിത്രങ്ങൾ വിശാലമായി പറയേണ്ടതാണ്. മഹത്വങ്ങൾ ഇതൊക്കെയാണെങ്കിൽ ഇഷ്ടം പോലെ ചരിത്രവും ആ കല്ലിനുണ്ട് എന്നുള്ളതാണ്. ഖിറാമിത്തുകൾ എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഷിയാക്കളുടെ ഒരു ഏറ്റവും അപകടകാരികളായ ഒരു വിഭാഗമാണ്. ഇറാൻ ഇന്ന് പ്രശസ്തമാണ്, നമുക്കറിയാം. അവിടെ പ്രസിഡന്റാണ് അപകടത്തിൽ കൊല ചെയ്യപ്പെട്ടത്. വല്ലാതെ വൈകാരികമായുള്ള നിമിഷങ്ങളാണ് ഇറാനിലുള്ളത്. ഇവിടെയുള്ള ഷിയാക്കൾ പല വിഭാഗമാണ്. ആ ഷിയാക്കളുടെ വിഭാഗം അവര് ഖറാമിത്തുകളുണ്ട്. ഈ ഖറാമിത്തുകൾ എന്ന് പറയുന്നത് അബൂ ത്വാഹിർ ഖിർത്തമിയുടെ അനുയായികളാണ്. അവരെന്ത് ചെയ്തു എന്നറിയോ? ഹിജ്റ 317 വിശുദ്ധമായ കഅബാലയത്തിന്റെ അടുത്ത് വന്ന് ആ ഹജറുൽ അസ്വദ് പിഴുതെടുത്ത് കൊണ്ടുപോയി എന്നാണ്.
അങ്ങനെ സംഭവം ഹജറുൽ അസ്വദിന്റെ എത്രയോ ചരിത്രങ്ങൾ ഹജറുൽ അസ്വദുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. ആ കാലഘട്ടങ്ങളിൽ ഈ കാണുന്ന അബൂ ത്വാഹിർ ഖിർതമിയുടെ അനുയായികൾ അന്ന് രാജ്യം ഭരിച്ചിരുന്നത് അബ്ബാസി ഖലീഫയാകുന്ന മഹാനായ മുഖ്തദ ബില്ലയാണ്. 16ാമത്തെ ഖലീഫയാണ്. അബ്ബാസി ഭരണകൂടത്തിന്റെ 16ാമനാണ് മുഖ്തദ ബില്ല എന്ന് പറഞ്ഞു. അവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് അധികാരം ഏൽപ്പിച്ചു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ശക്തമായ രീതിയിൽ, വലിയ രീതിയിൽ ഖലീഫയുമായി മുഖ്തദ ബില്ലയുമായി വല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഭരണം ഏൽപ്പിക്കാൻ പറഞ്ഞു, വലിയ കുഴപ്പമായി. അന്ന് ഹജ്ജിന് വന്ന കുറെ ആളുകൾ അവർ കൊന്നൊടുക്കി. വല്ലാത്ത നെട്ടൂരമായ ക്രൂരതയാണ് അവർ ചെയ്തത്. ഇതുപോലത്തെ ചരിത്രങ്ങളും ഇനി ആവർത്തിക്കപ്പെടില്ല എന്ന് പറയാം. ഇന്ന് നടക്കുന്നത് ഒന്നുമല്ല. ഇന്ന് നടക്കുന്നതിനേക്കാൾ ഭീകരവും ബീഭത്സവുമായ രീതിയിലാണ് ഹാജിമാരുമായി കഅബയുമായി ഹജറുൽ അസ്വദുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ചരിത്രങ്ങളിൽ കഴിഞ്ഞു പോയുള്ളത്. ഹിജ്റ 317 അന്ന് പണ്ഡിതന്മാർ പറഞ്ഞു, ഹജ്ജിന് പോക്ക് ഹറാമാണെന്ന് പഠിപ്പിച്ച കാലഘട്ടമാണെന്ന്. അഥവാ ഈ കാണുന്ന ഷിയാക്കൾ അപകടകാരികളായ അബൂ ത്വാഹിർ ഖിർതമിയുടെ അനുയായികൾ അന്ന് രാജ്യത്ത് മുഴുവനും പ്രശ്നങ്ങളുണ്ടാക്കി. ഹജ്ജിന് വേണ്ടി പോകുന്ന ആളുകളെ പിടിച്ച് കൊല ചെയ്തു. ഹറം ഷരീഫിൽ പോലും കുറെ ആളുകളെ കൊഴിച്ചു കൂടിയിട്ടുണ്ടെന്നാണ് അന്നത്തെ കാലഘട്ടങ്ങളിൽ. സംസം കിണറ്റിലേക്ക് അന്ന് മയ്യിത്തുകൾ കൊണ്ടുപോയിട്ട സംഭവങ്ങൾ വരെ ഹിജ്റ 317 കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രം പറയുകയാണ്. കഅബാലയത്തിന്റെ വാതിലെടുത്ത് കൊണ്ടുപോയവർ, മീസാബദിന്റെ പാത്തി കൊണ്ടുപോയവർ, ഇങ്ങനെയെല്ലാം ചെയ്തവരാണ്. കഅബയുടെ മുകളിൽ കയറിക്കൊണ്ടാണ് അതൊക്കെ ചെയ്യുന്നതും. ഇങ്ങനെയുള്ള കടുത്ത രീതിയിൽ അവസാനം വാതിൽ മാത്രമല്ല, ആ ഹജറുൽ അസ്വദും അതിന്റെ മൂലയിൽ നിന്ന് പിഴുതെടുത്തുകൊണ്ട് കൊണ്ടുപോയി. 20 വർഷക്കാലമാണ് ഈ പറയപ്പെടുന്ന അബൂ ത്വാഹിർ ഖിർതമിയുടെ അനുയായികൾ അതവിടെ കൊണ്ടുപോയി. ഒമാന്റെ ഒരു ഭാഗം, വന്ന് രാജ്യങ്ങളൊന്നുമില്ലല്ലോ ഇന്ന് പേര് പറയാൻ പറ്റുന്ന ഒമാന്റെ ഇന്നത്തെ ഒരു ഭാഗമാണ്. അവിടെ കൊണ്ടുപോയി 20 വർഷമാണ് ഈ ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന ഈ കല്ല് വെച്ചത്. ചരിത്രത്തിൽ വലിയ ഇടം നേടിയ ഒരു കല്ല് കൂടിയാണ് ഹജറുൽ അസ്വദ് എന്ന് പറയുന്നത്. അവസാനം അബ്ബാസി ഖലീഫമാർ 74ാമനുണ്ട് അൽ മുത്തിയ എന്ന് പറയുന്ന അദ്ദേഹമാണ് തിരിച്ചു മേടിച്ച് വീണ്ടും കഅബാലയത്തിന്റെ മൂലയിൽ കൊണ്ടുപോയി വെക്കുന്നത്. അത് കൊണ്ടുപോയി വെക്കാൻ യുദ്ധം ചെയ്യേണ്ടി വന്നില്ല. ഇഷ്ടം പോലെ ധനം കൊടുത്ത് യുദ്ധത്തിൽ ഏർപ്പെടാത്ത രീതിയിൽ തന്നെ അവരിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്ന് വെച്ച കല്ലാണത്. പിന്നെയും നമുക്ക് ഇഷ്ടം പോലെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ സ്വർഗം യാദൻ നബി തൊട്ടിറങ്ങിയ കല്ലിന്റെ ഓരോ ജലപ്രളയം നടന്നപ്പോൾ ആ കല്ലെന്ത് ചെയ്തു? ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ ഇഷ്ടം പോലെ ഹജറുൽ അസ്വദുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവിടെ പോകാനും ഈ ഹജറുൽ അസ്വദ് കാണാനും സന്ദർശിക്കുവാനും ഒക്കെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന്